മാം, നമ്മുടെ മെന്റൽ ഫിറ്റ്നസിന് ഈ ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ ബ്രെത്ത് വർക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു വർക്ക് പ്രോസസ് എങ്ങനെയാണ്? അത് ആക്ച്വലി നമ്മളെല്ലാവരും ശ്വാസം വിടുന്നതിനെ പറ്റി നമ്മളത് കോൺഷ്യസ് അല്ലേ? നമ്മളൊരു ഇൻവോളണ്ടറി ആക്ഷനാണ് അവിടെ നടക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും അതിനകത്ത് നമ്മൾ എത്ര ശ്വാസം വിടുന്നുണ്ടെന്നുള്ള ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്നത്, എങ്ങനെയാണ് വിടുന്നതെന്ന് അറിയില്ല. അതുപോലെ ഏത് മൂക്കിലൂടെയാണ് നമ്മൾ കൂടുതൽ ആക്റ്റീവ് എന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അതിങ്ങനെ ഇൻവോളണ്ടറി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ ഒരു ബ്രെത്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് വളരെ കോൺഷ്യസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് കോൺഷ്യസ് ആവുന്നുണ്ട്. ആ കോൺഷ്യസ്നെസ് തന്നെയാണ് ആ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ആ മൈൻഡ്ഫുൾനെസ് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറേയൊക്കെ കാം ഡൗൺ ആവും. ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ച് 1 മിനിറ്റിൽ എത്ര ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര നമ്മളൊരു ഗ്രൂപ്പ് ഓഫ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു 10 പേരുണ്ടെങ്കിൽ എല്ലാവരും ഒരു ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് 1 മിനിറ്റ് സ്റ്റോപ്പ് വാച്ചിലൊന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എത്ര ബ്രീത്തിങ് ഇന്നും ഔട്ടും എടുക്കുന്നുണ്ടെന്ന് എണ്ണി നോക്കുക. അപ്പോൾ എല്ലാവരുടെയും ബ്രീത്തിങ് കപ്പാസിറ്റി അറിയാൻ പറ്റും. അതുപോലെ തന്നെ എത്ര പതുക്കെയാണ് കൂടുതലാണ് ഓരോരുത്തർ എടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ലെസ്സർ ആയിട്ട് ആരാണ് എടുക്കുന്നത്. ഇപ്പോൾ 1 മിനിറ്റിൽ നമുക്ക് വേണമെങ്കിൽ 3 ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്യാം.